ഒടുവിൽ ശ്രീലങ്ക ചുമക്കുകയാണ്. ശ്രീലങ്കയുടെ ചുവപ്പിന് കാരണഭൂതനായി മാറി ഇനി ചരിത്രം സാക്ഷ്യപ്പെടുത്തുക അനുരകുമാര ദസ്നായികയാണ്. എന്നാൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അനുരകുമാര ദസ്നായിക ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പറയാനാവില്ല. തിയറിക്കലായിട്ട് ലെനിനും മാർക്സിസവും ഒക്കെ പിന്തുടരുന്നവരാണെന്ന് വാദിക്കുമ്പോഴും കറ തീർന്ന സിംഹള ബുദ്ധ വംശീയത പിന്തുടരുന്നവരാണ് JVP എന്ന പാർട്ടി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 1970കളിലും 80കളിലും തമിഴ് വംശജർക്കെതിരായ കൂട്ട ആക്രമണത്തിൽ രാജപക്സെ എന്ന ഭരണാധികാരിയോടൊപ്പം അനുകൂല നിലപാടായിരുന്നു JVP എന്ന പാർട്ടിയും അദ്ദേഹത്തിന്റെ ഈ നേതാവുമായിരുന്ന അനുര ഏറ്റെടുത്തിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹവും അവരോടൊപ്പം ചേരുകയായിരുന്നു. പൊതുവിൽ തമിഴർ ഈ നാട്ടിലേക്ക് കുടിയേറാൻ കാരണക്കാരൻ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ നയങ്ങളോടും ഈ പറയുന്ന അനുരയ്ക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു. പൊതുവിൽ ഇന്ത്യക്കാരോടും വലിയ താല്പര്യമില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു JVP. പക്ഷേ ശ്രീലങ്കൻ ജനതയ്ക്ക് പുതിയൊരു അധ്യായം തുറന്ന അവസ്ഥയിലാണ് അവർ ചിന്തിക്കുന്നത്, അവർ സ്വപ്നം കാണുന്നത്. എന്നാൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യവും സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലാണ്. രാജപക്സെ എന്ന കുടുംബത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണം ശ്രീലങ്കയുടെ നടുവൊടിക്കുകയും അത് അവസാനം ആ രാജപക്സെ എന്ന കുടുംബത്തെ അല്ലെങ്കിൽ ആ ഭരണാധികാരിയെ ആട്ടി ഓടിക്കാൻ നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയും JVPയും കൂടെ ചേർന്ന ഒരു പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുകയും ആ പ്രക്ഷോഭത്തിലൂടെ രാജപക്സ പലായനം ചെയ്യുകയും അങ്ങനെ ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാകുകയും അതിനുശേഷമാണ് ചരിത്രത്തിൽ ആദ്യമായി ജനവിധിയോടുകൂടി ശ്രീലങ്കയിൽ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അത് ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റിൽ വിശ്വസിക്കുമെന്ന് പറയപ്പെടുന്ന JVP എന്ന പാർട്ടിയുടെ നേതാവായ അനുരയാണ്. അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ നിറഞ്ഞ പ്രസംഗങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കാരണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൊതുവിൽ ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂകളിൽ പലതും അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് അത്ര അനുകൂല നിലപാടല്ല ഈ JVP പാർട്ടി അധികാരത്തിൽ വന്നതുകൊണ്ട്, വേറൊന്നുമല്ല. ചൈനയും ഇന്ത്യയും ഞങ്ങൾക്ക് ഒരുപോലെയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾ മാത്രമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധയൂന്നാനാണ് താല്പര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ചൈനയ്ക്ക് കുറെ കൂടി അവിടെ ഒരു കൈകടത്തൽ, ശ്രീലങ്കയിൽ കൈകടത്തൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നയതന്ത്രപരമായി ഒരുപാട് സ്വാധീനമുള്ള തുറമുഖത്തിൽ 99 വർഷത്തെ പാട്ടക്കരാർ, അതായത് വികസനത്തിന് ഫണ്ട് ഇറക്കുകയും ഒടുവിൽ ആ രാജ്യത്തിന്, ശ്രീലങ്ക എന്ന രാജ്യത്തിന് അത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അത് 99 വർഷത്തെ ഹമ്പൻടോട്ട എന്ന് പറഞ്ഞ തുറമുഖം 99 വർഷത്തെ പാട്ടക്കരാറിന് ചൈന കൈവശപ്പെടുത്തുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. അതോടൊപ്പം ഈ കൊളംബോ തുറമുഖവും കൂടെ കുറച്ച് ഭാഗങ്ങൾ, അതായത് നയതന്ത്രപരമായി പ്രാധാന്യമുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന ഇപ്പൊ ശ്രീലങ്കയിൽ നടന്ന കാര്യം തന്നെ പിന്തുടർന്നുകൊണ്ട് ഇപ്പൊ അടുത്തൊരു രാജ്യത്തേക്കും, അതായത് ഭരണകൂട അട്ടിമറി. ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു, ഒരു ഭരണകൂട നേതാവായിരുന്നു. അവരെ അവിടുന്ന് നാട് കടത്തുകയും അവരുടെ ഭവനം കൊള്ളയടിക്കുകയും ചെയ്ത് അവിടെയും ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് ശ്രീലങ്കയെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം അവിടുത്തെ ഭരണഘടനാ വിരുദ്ധകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ശ്രീലങ്കയുടെ കാര്യം ഇനി എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. രാജപക്സയെ സംബന്ധിച്ചിടത്തോളം വിപ്ലവ കാര്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഉള്ളിന്റെ ഉള്ളിൽ ആരോപിക്കപ്പെടുന്നത് ഒരു കറതീർന്ന സിംഹളക്കാരനായിട്ടാണ്, അല്ലെങ്കിൽ സിംഹള ബൗദ്ധ വംശീയ അതേയുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന എല്ലാ മനുഷ്യരെയും ഈക്വലായിട്ട് കണക്കാക്കുകയും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കറ തീർന്ന 100% അല്ലെങ്കിൽ 100% സത്യസന്ധതയോടെ അനുര കുമാര ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടേ മതിയാവൂ. എന്തായാലും ഇതുകൊണ്ടൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടൊന്നും ഭയക്കുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ത്യ ഇന്ന്. ഇന്ത്യയുടെ നയതന്ത്രമായാലും ഇന്ത്യയുടെ പ്രതിരോധമായാലും ഇന്ത്യയുടെ മിലിറ്ററി ആയാലും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ഇന്ന് വളരെ മുൻപന്തിയിലാണ്. സഹായിക്കുന്നവരെ സഹായിക്കുന്ന ഒരു മനസ്ഥിതിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് അന്നും ഇന്നുമുള്ളത്. സമാധാനത്തിന്റെ വെള്ളക്കൊടിയാണ് എല്ലായ്പ്പോഴും ഇന്ത്യ ആദ്യം പിന്തുടരുക. ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ മാക്സിമം ഇപ്പൊ പറഞ്ഞ മാലദ്വീപിൽ പോലും ആദ്യം ഇന്ത്യ തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നീട് മാലദ്വീപിനെ സഹായിക്കും, ടൂറിസത്തിന്റെ പേരിൽ സഹായിക്കാൻ പോലും നമ്മുടെ നരേന്ദ്രമോദിജി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിനെ സഹായിക്കുന്നു, ശ്രീലങ്കയും സഹായിക്കാനുള്ള മനസ്സ് തന്നെയായിരുന്നു. ആ ഒരു സഹായമാണ് പിന്നീട് ഇന്ത്യക്ക് ഒരു വലിയ പാരയായി മാറിയത്. അത് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും അവിടെ ശ്രീലങ്കയെ സഹായിച്ചതിന്റെ പേരിൽ മാത്രമായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത്. അത് ഈ ലോകത്തിന് അറിയാവുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അനുര കുമാര എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന് പുതുനാമ്പുകൾ വീഴ്ത്തുന്ന ശ്രീലങ്കയിൽ ഇനി ശ്രീലങ്കയ്ക്ക് വളർച്ചയുണ്ടാകുമോ അതോ ഇകഴ്ചയുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നന്ദി.